കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നീളുന്നതിനെതിരെയുള്ള പരാതിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. വിചാരണ കോടതിയോടാണ് റിപ്പോർട്ട് ചോദിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ വിചാരണ ഇങ്ങനെ നീണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. ജൂലൈ മാസത്തോടുകൂടി വിധിയെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വീണ്ടും നീണ്ടുപോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? പുരോഗമിക്കുന്ന ഇതിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് നീണ്ടുപോകുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകനായ എം.ആർ. അജയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ നീണ്ടുപോകുന്ന ഒരു അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിന് ഒരു മറുപടി നൽകിയിട്ടുള്ളത്. 8/8/2025 മറുപടി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ വിചാരണ കോടതിയോട് വിചാരണ നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. 2018 നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഏകദേശം 7 വർഷത്തോളം പിന്നിടുന്നു. ഇപ്പോഴും വിചാരണ പൂർത്തിയായി ശിക്ഷ വിധി പ്രഖ്യാപിക്കാനോ ആയിട്ടില്ല. നേരത്തെ അതിജീവിത തന്നെ ഇതേ സമാനമായ വിഷയം ഉയർത്തി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് വന്നത് നമുക്ക് മുൻപിലുണ്ട്. ഇത് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിധി ഉടൻ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരാതി ഹൈക്കോടതിക്ക് മുൻപിൽ വന്നത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.